ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ ആരുമില്ലേ? പാർട്ടിസിപ്പൻസ് ഒക്കെ Good കുറവാണല്ലോ. afternoon. എന്താ? Good afternoon. ഗുഡ് ആഫ്റ്റർ. എന്താ കുറവാണല്ലോ എല്ലാവരും? നാളെ എക്സാം ഉണ്ടെന്നൊക്കെ പറയണേട്ടെ. നിങ്ങക്ക് ഉണ്ടോ? ഉണ്ട് പ്രാക്ടിക്കല്. പ്രാക്ടിക്കൽ ആണ് അല്ലെ? ഏതിന്റെ പ്രാക്ടിക്കൽ വരുന്നത്? ആദ്യം അക്കൗണ്ടൻസി, പിന്നെ സ്റ്റാറ്റി. ഓക്കെ. അപ്പൊ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ? ആയിരിക്കും. ആയിരിക്കും. ഇനി ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ജോയിൻ ചെയ്തോട്ടെ. എന്താ അൽഡ്രിൻ, എന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നും പറയണൊന്നും കേൾക്കാറില്ലല്ലോ വേറെ ആരും. എന്താ വേറെ ആരും ജോയിൻ ചെയ്യണില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നാ? എക്സാം ഒക്കെ ആയതുകൊണ്ട് കുറച്ച് പേരുണ്ടാവുള്ളൂ എന്നുള്ളത് പറഞ്ഞായിരുന്നു അവിടെ സാർ ഓൾറെഡി. അപ്പൊ എന്താ ചെയ്യണ്ടേ? വെയിറ്റ് ചെയ്യണോ അതോ ഒരു 10-15 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യണോ? കേറുന്നുണ്ടല്ലോ ആൾക്കാര്. ഓക്കെ. ജോപിത ജോസ്. ഓക്കെ. നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണോ?
നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇനി അധികാരം ജോയിൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം എക്സാം ഒക്കെ അല്ലേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എക്സാമിന്റെ പഠിത്തമൊക്കെ എന്തായി നാളത്തെ? എല്ലാവരുടെയും കഴിഞ്ഞോ? കോൺഫിഡന്റ് ആണോ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ? 20 മാർക്സ് ഇങ്ങോട്ടല്ലേ നിങ്ങക്ക് വരുന്ന പ്രാക്ടിക്കലില് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 5 ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി ഇക്കണോമി എന്നുള്ള ലെസൺ. അപ്പൊ നിങ്ങളുടെ ബാക്കി എന്തായി പഠിത്തം കാര്യങ്ങളൊക്കെ? അക്കൗണ്ട്സും ബിസിനസ്സും ഒക്കെ എന്തായി? ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ കേട്ടോ, നമ്മൾ ആകെ 3 പേരേ ഉള്ളൂ ഇവിടെ. ഇതെങ്കിലും ജസ്റ്റ് ഓഡിയോയില് നമുക്കൊന്ന് സംസാരിച്ചിട്ട് ഇതാക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തേക്കാം എങ്ങനെയാണെന്ന്. ഇപ്പൊ അവിടെ എത്ര മണിയായി? ഇവിടെ 5 മണി, അപ്പൊ 6:30 ഉണ്ടാവും അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് എങ്ങനെ ഉണ്ടോ ഇവർക്ക്? ആൽഡ്രിനൊക്കെ CMA ഒക്കെ പഠിക്കാൻ പോകുന്നെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മറ്റൊക്കെ ഉണ്ടോ ചോദിക്കാൻ, കോഴ്സിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് റിലേറ്റഡോ അല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഫെർദർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്തേക്കും കേട്ടോ. ഗ്രൂപ്പിൽ തന്നെ എന്റെ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം എക്സാം റിലേറ്റഡോ അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് ഇപ്പൊ അധികാരം ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വേഗം ഫിനിഷ് ചെയ്യാം. ഇപ്പൊ ഇവിടെ 6:30 ഉണ്ടാവും അല്ലെ നിയർലി? അപ്പൊ നിങ്ങളുടെ എക്സാം ഒക്കെ നിങ്ങളുടെ എക്സാമിന് എന്നാ മാർച്ച് 1 അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കുള്ള എക്സാം? ഓക്കെ, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എന്തായി? പഠിച്ചു കഴിഞ്ഞോ? പഠിക്കുന്നുണ്ടോ അതോ സ്റ്റിൽ പഠിക്കുന്നയാണോ? ആണെന്നല്ലാന്നോ? പഠിക്കാണ്. ഓക്കെ, നിങ്ങളുണ്ടല്ലോ ഇപ്പോ ആൽഡ്രിൻ ഒക്കെ CMA ആണ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നില്ലേ? അപ്പോ ഈ +2ന്റെ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് റെഫറൻസിന് എടുത്ത് വെച്ചേക്ക് കേട്ടോ. നമ്മള് CMA പഠിക്കുമ്പോ ഫസ്റ്റ് ഈ ഫൗണ്ടേഷൻ ഓർ കാറ്റ് എന്ന് പറഞ്ഞ കോഴ്സാണ് വരുന്നത്. അപ്പൊ അതില് വന്നിട്ട് ഈ നിങ്ങൾ ഈ +2ല് പഠിച്ചിട്ടുള്ള എക്കണോമിക്സ്, പിന്നെ അതുപോലെ അക്കൗണ്ട്സ്, പിന്നെ ഒരു കോസ്റ്റ് ആണ് വരുന്നത്, കോസ്റ്റിംഗ് വരുന്നത്. അത് നിങ്ങൾക്ക് വരില്ല +2ല്. അപ്പൊ അതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്. പിന്നെ ഇൻകം ടാക്സ് അല്ല, സോറി, GST ആണ് വരുന്നത് നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ 4 സബ്ജക്റ്റ് ആണ് വരുന്നത് ഇപ്പോ കാറ്റിലും ഒക്കെ ആയിട്ട്. അപ്പോ നിങ്ങളിപ്പോ അക്കൗണ്ട്സും പിന്നെ അതുമാതിരി എക്കണോമിക്സും പഠിക്കുമ്പോൾ അതൊന്നും എന്താ പറയാ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. ബിക്കോസ് നിങ്ങൾ CMA ഫെർദർ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെയിം ഈ സിലബസ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ ടോപ്പിക്സ് തന്നെയാണ് എന്തെങ്കിലും വരുന്ന CMAക്ക് വരുന്നത് കേട്ടോ. ആൽഡ്രിൻ തന്നെയല്ലേ പറഞ്ഞ CMA പഠിക്കാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്? ഞാൻ എന്തോ പറഞ്ഞില്ലേ? വേറെ ആരെങ്കിലും ആണോ? യെസ്, ഓക്കെ. അപ്പൊ എവിടെയാണ് എന്താ ഈ കാര്യങ്ങളൊക്കെ? ഇപ്പൊ ജോയിൻ ചെയ്തോ? തൃശ്ശൂർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്നാ ക്ലാസ് ഒക്കെ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞോ? ഫൗണ്ടേഷൻ ഓർ കാറ്റിന്റെ ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞോ?
ഇല്ലെന്നാണോ? എക്സാം കഴിഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ഡേറ്റ് അങ്ങനെ പറഞ്ഞായിരുന്നോ അവർ എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന്? ഇല്ല. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ്സിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ചാപ്റ്റർ 5 ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ഇക്കണോമി എന്ന് പറഞ്ഞ ലെസൺ ആണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. അപ്പൊ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ലെസൺസിലെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാനൊന്നും നേരില്ല, ബിക്കോസ് നമുക്ക് ആ കുറച്ച് ഡേയ്സേ കിട്ടിയിട്ടുള്ളൂ. കുറച്ച് അവേഴ്സ്, ലിമിറ്റഡ് അവേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഭാഗം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസും ആണ് നമ്മൾ ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ ചാപ്റ്റർ 5 ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ഇക്കണോമി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതില് എല്ലാ പ്രാവശ്യവും ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. കോമ്പോണൻസ് ഓഫ് ദി ഗവൺമെന്റ് ബഡ്ജറ്റ്. ഓക്കെ. ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ നോർമലി എന്താ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഒരു ഇയർ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. അതായത് കമ്മിങ് ഇയറിലെ എത്രയൊക്കെ എക്സ്പെൻസ് നമുക്ക് ഉണ്ടായിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ എത്രയൊക്കെ റവന്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാനുണ്ടായിരിക്കും. അതൊരു പ്രഡിക്ഷൻ ആണ്. ഓക്കെ. നമ്മൾ പറയാണ് ഇപ്പൊ ഒരു ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു ഫേം ആയിക്കോട്ടെ, ഏതൊരു ഫേം ആയിക്കോട്ടെ, എന്ത് ചെയ്യും, ഒരു ഇയറിൽ നമ്മളൊരു എന്ത് ചെയ്യും, ഒരു ബഡ്ജറ്റ് ഇടും. നമ്മൾ പറയും എന്താ, ഓക്കെ, നമുക്ക് ഇത്ര റവന്യൂ, അതായത് ഇത്ര, ഇപ്പൊ ഞങ്ങളുടെ കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇയർ സ്റ്റാർട്ടിങ്ങിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രീവിയസ് ഇയറിലെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട്, ഓക്കെ, പ്രീവിയസ് ഇയറിൽ നമുക്കൊരു 1 മില്യന്റെ അടുത്ത് എന്ത് കിട്ടിയിട്ടുണ്ട്, സെയിൽസ് ഉണ്ട്, നമുക്ക് റവന്യൂ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രഡിക്ട് ചെയ്യും. ഓക്കെ, കമ്മിങ് ഇയറിൽ നമുക്ക് ഇയർലി ഇത്ര ഗ്രോത്ത് കിട്ടുമായിരിക്കും, ഇത്ര പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് കിട്ടുമായിരിക്കും. ആൻഡ് ദെൻ നമ്മൾ ലേറ്റർ എന്ത് ചെയ്യും, ഓക്കെ, ലെറ്റ്സ് സേ ലൈക്ക് 1.5 ലൈക്ക് 2 മില്യൺ നമുക്ക് റവന്യൂ എന്ത് കിട്ടുന്നത് കമ്മിങ് ഇയറിൽ നമുക്ക് കിട്ടും. ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ എന്ത് റവന്യൂ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് പറയുന്നു, എക്സ്പെൻസ്. ലൈക്ക് നമുക്ക് പലതരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലാകുമ്പോൾ മെഡിക്കൽ, ഡോക്ടേഴ്സിന്, നഴ്സസിന് കൊടുക്കുന്ന എക്സ്പെൻസസ് ലൈക്ക് സാലറി, റെന്റ്, അങ്ങനെ പല എക്സ്പെൻസ് ഉണ്ടായിരിക്കും നമുക്ക്, ലൈക്ക് ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടായിരിക്കും ഇവിടെ. അപ്പൊ യു എയിൽ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് ഒരു ലോ ഒക്കെയാണ്. ഓരോ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ സെപ്പറേറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെ തന്നെ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യണം, എക്സ്പെൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ. അപ്പൊ നമ്മൾ ഒന്നുമില്ല, ബഡ്ജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇയർ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ എന്ത് വേണം, നമുക്ക് റവന്യൂ ഉണ്ട്, പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പെൻസ് ചെയ്യണം. ഓക്കെ, എക്സ്പെൻസ് ഉണ്ട്, അത് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഇറ്റ് ആസ് ബഡ്ജറ്റ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഇതല്ല, ഇത് കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ കുറച്ചും കൂടെ ഭംഗിയൊക്കെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, കോമ്പോണൻസ് ഓഫ് ദി ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട്. ഗവൺമെന്റ് ബഡ്ജറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റവന്യൂവും ക്യാപിറ്റലും. ഓക്കെ. റവന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, റവന്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, വരുമാനം അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റവന്യൂ വെച്ചാൽ ഇൻകം ആണ് നേരത്തെ അല്ലെ. ഗവൺമെന്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്താ, നിങ്ങൾക്കറിയോ? എങ്ങനെയാണ് ഗവൺമെന്റിന് മെയിൻ ആയിട്ടുള്ള ഇൻകം കിട്ടുന്നത്? എന്തായിരിക്കും ശരിക്കും? അവർക്ക് റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റുമാണ് കൊടുത്തിട്ട്. റവന്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം അല്ലെ. ഗവൺമെന്റിന് എങ്ങനെയാ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്താണ് ശരിക്കും? എന്താണ് നിങ്ങൾക്ക് അറിയോ, എന്താണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളത്? ഉണ്ടോ, അറിയോ? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെയാണ് ഗവൺമെന്റിന് പൈസ കിട്ടുന്നത്? ടാക്സ്. യെസ്, ടാക്സ് ആണ്. ഇപ്പൊ ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാനൊരു സിനാരിയോ പറയട്ടെ. ടാക്സ് സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതരത്തിൽ ഓഫ് ടാക്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. എന്താ, GST ഉണ്ട് നമുക്ക് അല്ലെ. GST തന്നെ, GST ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ്, അതുമാതിരി എന്താ പറയാ, സെക്കൻഡ്,
ഓക്കെ. ഈ ഇൻകം ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ട് ടാക്സിലും ഇൻഡയറക്ട് ടാക്സും രണ്ട് ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട് നമുക്ക് ഇവിടെ. ഇൻഡയറക്ട് ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GST ആണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഫെർദർ ഈ CMA ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഇൻഡയറക്ട് ടാക്സിനെ കുറിച്ച് പഠിക്കും. ഡയറക്ട് ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പെർട്ടിക്കുലർ പേഴ്സണ് മീതെ, അവന്റെ എന്തിനു മീതെ, ലൈക്ക് അവന്റെ ഇൻകത്തിന് മീതെ ചുമക്കുന്ന ടാക്സിന് ഡയറക്ട് ടാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇൻകം ടാക്സ്, പിന്നെ ഒരുപാട് ടാക്സസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും രണ്ട് തരത്തിലുള്ള ടാക്സ് ഉണ്ട്. എന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ഗവൺമെന്റ്, നമ്മൾക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടെന്ന് അറിയാം. രണ്ട് തരത്തിൽ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഉണ്ട്. അപ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ GST കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? GST എന്താന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? ഉണ്ടോ? വല്ല ഐഡിയ ഉണ്ടോ എന്താണ് GST എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അക്കൗണ്ട്സിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് പഠിക്കാണ്ട് തോന്നുന്നു അല്ലെ GST കുറിച്ചിട്ട്. എന്താണ് വല്ല ഐഡിയ ഉണ്ടോ GST എന്താണ്? അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഓക്കെ, GST ഒന്നുമില്ല, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ CMA നമ്മൾ കുറച്ചുകൂടി ക്ലാരിഫൈഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ശരിക്കും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ടാക്സ് എങ്ങനെയാണ് മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ റെസിപ്റ്റ്, റവന്യൂ ബഡ്ജറ്റ് പറഞ്ഞിട്ടല്ലോ, റവന്യൂ എന്ന് പറയുന്നത് റെസിപ്റ്റ്, അവരുടെ ഇൻകം. ശരിക്കും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടാക്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ GSTയിൽ നമുക്കൊരു പെർട്ടിക്കുലർ റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും എന്താണ് 5%, 12%, 24%, 18%, അങ്ങനെ സ്ലാബ് റേറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. ഇൻകം ടാക്സിലുണ്ട് സ്ലാബ് റേറ്റ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന തൊട്ടിട്ട് 0 to 3.5 വരെ, അല്ലെങ്കിൽ 3.5 to 10 lakh വരെ, അങ്ങനെ സെപ്പറേറ്റ് ഒരു സ്ലാബ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര പെർസെന്റേജ്, അതിലൊക്കെ ഞാൻ പോണില്ല. പക്ഷെ ഈ GSTയിൽ നമ്മൾ എന്ത് സാധനങ്ങൾ മേടിക്കുമ്പോഴും നമുക്കൊരു സ്പെസിഫിക് പെർസെന്റേജ് ഓഫ് എന്തുണ്ട്, ടാക്സ് ഉണ്ട് നമുക്ക്. പക്ഷെ ഈ ഇതുണ്ടല്ലോ, ആൽക്കഹോളും അതുമാതിരി പെട്രോളും. ഓക്കെ, ആൽക്കഹോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോളും എന്താന്ന് വെച്ചാൽ GSTയുടെ ഉള്ളിൽ ഉള്ളതല്ല, പരിധിക്കുള്ളതല്ല എന്നാ പറയാം. ഓക്കെ, അപ്പൊ അതെന്താണെന്നറിയോ സംഭവം? GST ആവുമ്പോൾ GST നമ്മുടെ ടാക്സ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് പെർസെന്റേജ് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഗുഡ്സിനും എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. അതിന് പുറമെ ഒരു സപ്ലയർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ആൽക്കഹോളും പെട്രോളും എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇപ്പൊ പെട്രോളിനെ കുറിച്ചിട്ടും ആൽക്കഹോളിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ കുറെ ടാക്സ് റേറ്റ് ഭയങ്കര കൂടുതലാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. വല്ല ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും എന്താണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കണെന്നുള്ളത്? അറിയോ ആർക്കെങ്കിലും അതിനെ കുറിച്ചിട്ട്? ജസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്യാനാട്ടോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. എന്താ ആരും ഒന്നും മിണ്ടല്ലോ? ഉണ്ടോ? വല്ല ഐഡിയ ഉണ്ടോ? ഈ പെട്രോളിന്റെ പൈസ കുറച്ച് ഭയങ്കര എന്താണ്, കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലാണ് ഇന്ത്യയില്. അതുമാതിരി മദ്യത്തിന്റെ ടാക്സിന്റെ മീതെ ഒരുപാട് എന്താണ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതെന്താണെന്നറിയോ ആർക്കെങ്കിലും? ജസ്റ്റ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്നുമില്ല. എല്ലാ ഗുഡ്സിനും എന്താണ് സെപ്പറേറ്റ് GST ഉണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു സ്പെസിഫിക് പെർസെന്റേജ് ഉണ്ടായിരിക്കും അതിന്റെ ടാക്സിന്. പക്ഷെ മദ്യം ആണെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡയറക്ട്ലി കിട്ടുന്നതാണ്. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള ക്വാണ്ടിറ്റി, ഇപ്പൊ നമ്മളിപ്പോ ഒരു ബാഗ് മേടിക്കാണെന്നുണ്ടെങ്കിൽ 5% എന്ന് പറയും അല്ലെ. 5% എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പൊ ആ ഗുഡ്സിന്റെ വില, അതായത് നമ്മുടെ 100 രൂപയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 5% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ടാക്സ് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ മദ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യത്തിന്റെ ടാക്സ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ആൻഡ് ലിക്കർ എന്നുള്ളതിന്റെ ടാക്സ് ഡയറക്ട്ലി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റേ ടാക്സസ് ഒക്കെ ഈ ബാക്കിയുള്ള എല്ലാ GST ടാക്സും ഷെയർഡ് ബിറ്റ്വീൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ആണ്. അപ്പൊ ഇതിനൊരു സ്പെസിഫിക് എന്ത് വെച്ചിട്ടില്ല, സ്ലാബ് റേറ്റ് വെച്ചിട്ടില്ല അവർ. അപ്പൊ അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ തീരുമാനിക്കാം, എത്ര പെർസെന്റേജ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ആൽക്കഹോളിനും പെട്രോളിനും. പെട്രോൾ ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് പരിധിയിലും
ആൽക്കഹോൾ എന്തിന്റെ പരിധിയിലുമാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിധിയിലും വരുന്നുണ്ട്. അപ്പൊ അവർക്ക് തീരുമാനിക്കാം എത്ര പെർസെന്റേജ് അവർക്ക് ടാക്സ് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യണം എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള GST പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തില്ല, ഒരു സ്ലാബ് റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആൽഡ്രിൻ പറഞ്ഞ പോലെ നമ്മുടെ ബഡ്ജറ്റിലെ മെയിൻ ആയിട്ട് റവന്യൂ റെസീപ്റ്റ്സും വരുന്നുണ്ട്, അതുമാതിരി റവന്യൂ ബഡ്ജറ്റും വരുന്നുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റും വരുന്നുണ്ട്. ഓക്കെ, റവന്യൂ ബഡ്ജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ടാക്സസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടാക്സസ് ആയിട്ട് കളക്ട് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, all those receipts of government which create liability or reduce the financial assets. Okay, അതായത് ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റി എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ലോൺസ് എടുക്കുക, അത് അങ്ങനത്തെ ഉണ്ടായിരിക്കും, കടങ്ങൾ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ എന്നുള്ള ബഡ്ജറ്റ്. അപ്പൊ എത്ര നമുക്ക് എന്തുണ്ട്, ഫിനാൻഷ്യൽ അസറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ എന്തുണ്ട്, അസറ്റ്സ് ഉണ്ട് നമ്മുടെ ഗവൺമെന്റിന്, അതിനെ കുറയ്ക്കുന്ന എന്തൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റീസ് കൂട്ടുന്ന, അല്ലെങ്കിൽ ലയബിലിറ്റീസ് ബാധ്യതകൾ, ലോൺസ്, കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഒരു സൈഡിൽ നമ്മുടെ റവന്യൂ, ഒരു സൈഡിൽ നമ്മുടെ എക്സ്പെൻസ് ഓർ ലയബിലിറ്റീസ്. ഓക്കെ, നമ്മൾ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇനി റവന്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത്. ഇവിടെ വരെ ഓക്കെ ആണോ? അപ്പൊ റവന്യൂ ബഡ്ജറ്റ് ഉള്ളത് എന്താന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് ഞാൻ സെൻട്രൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ റവന്യൂ ബഡ്ജറ്റിനും ക്യാപിറ്റൽ ബഡ്ജറ്റും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റവന്യൂ ബഡ്ജറ്റ് എന്താണെന്ന് ഞാൻ താഴെ ബുള്ളറ്റ് പോയിന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് റവന്യൂ ബഡ്ജറ്റ് ഷോസ് ദ കറന്റ് റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് റെസീപ്റ്റ്സ് വെച്ചാൽ റിസീവ് ചെയ്യാനോ, റിസീവ് ചെയ്യാൻ നമുക്ക് കിട്ടുക. ഓക്കെ, ദ റവന്യൂ ബഡ്ജറ്റ് ഷോസ് ദ കറന്റ് റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. ഇനി രണ്ടാമത്തെ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഈസ് ആൻ അക്കൗണ്ട് of all the assets of the asset as well as liabilities of the government. Oh, okay. Capital budget എന്താ, ഒരു അക്കൗണ്ട് ആണ്. ഓക്കെ, എന്ത്, ഒരു സെക്കൻഡ്. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ സൺഡേ ഹോളിഡേ ആണ്. അപ്പൊ അതിന്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഹസ്ബൻഡ് പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു ഇത്. ഓക്കെ, സോറി. അപ്പം എന്താ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ റവന്യൂ ബഡ്ജറ്റിൽ നമ്മൾ എന്താണ് റെസീപ്റ്റ്സ് പറഞ്ഞു. ക്യാപിറ്റൽ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് റിലേറ്റഡ്, അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള ഒരു അക്കൗണ്ട്. ഞാൻ പറഞ്ഞു അസറ്റ് എന്ത് ചെയ്യണത്, റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലയബിലിറ്റി എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ബഡ്ജറ്റിൽ എന്താ ഷോ ചെയ്യുന്നത്, ഇറ്റ് ഈസ് എൻ അക്കൗണ്ട് of the asset as well as liability of the central government. അസറ്റും ലയബിലിറ്റീസും ഒരുമിച്ചിട്ടുള്ള അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഒന്നുമില്ല, അസറ്റിന്റെ കാര്യം ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ പറയുന്നത് എത്ര അസറ്റ് നമുക്ക് കുറയും, ലയബിലിറ്റീസ് നമുക്ക് എത്ര ഇനി ക്രിയേറ്റ് ആവാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുണ്ട്. ഓക്കെ, ഒരു സൈഡിലെ ക്യാപിറ്റൽ ബഡ്ജറ്റ്, ഒരു സൈഡിലെ റവന്യൂ ബഡ്ജറ്റ്. ഓക്കെ, ഇനി താഴെ കൊടുത്തിട്ടുണ്ട് റവന്യൂ ബഡ്ജറ്റിന് റവന്യൂ റെസീപ്റ്റ്സും ഓക്കെ, റവന്യൂ ബഡ്ജറ്റിന് റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും ആയിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. എന്താണ് റവന്യൂ റെസീപ്റ്റ്സും, എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചറും? റവന്യൂ റെസീപ്റ്റ്സ് ആർ ദ റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് വിച്ച് ആർ നോൺ റിഡീമബിൾ. ഓക്കെ, ദാറ്റ് ഈസ് ദേ കനോട്ട് ബി റീക്ലെയിം ഫ്രം ദി ഗവൺമെന്റ്. അതായത് അതായത് അവർ നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പൊ ലൈക്ക് ടാക്സസ് ഒക്കെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിഡീം ചെയ്യാൻ ഒന്നും പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. നോൺ റിഡീമബിൾ ആയിട്ടുള്ള റെസീപ്റ്റ്സ് ആണ് എന്ന് പറയുന്നത് റവന്യൂ റെസീപ്റ്റ്സ് പറയുന്നത്. ഇനി ക്യാപിറ്റൽ റെസീപ്റ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആർ ദോസ് റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് വിച്ച് ക്രിയേറ്റ് ലയബിലിറ്റി ഓർ റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ ടേംഡ് ആസ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലയബിലിറ്റി എന്ത് ചെയ്യാ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ അസറ്റ്സിനെ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബാധ്യതകൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായി. ക്യാപിറ്റൽ സൈഡ് എന്ന് പറയുമ്പോൾ കുറെ ലോൺസ്, അതുമാതിരി അവരുടെ എക്സ്പെൻസസ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ലയബിലിറ്റി കൂട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ അസറ്റ് കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളെ ബാധ്യത തന്നെയല്ലേ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ അസറ്റ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഫിക്സഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് എന്ത് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇപ്പൊ അവരുടെ ലാൻഡ് ആയിക്കോട്ടെ, അവരുടെ ഇപ്പൊ ഗവൺമെന്റ്സിനൊക്കെ സെപ്പറേറ്റ് കമ്പനീസ് ഒക്കെ അക്വയർ ചെയ്യും അല്ലെ. അപ്പൊ അവരുടെ അസറ്റിനെ കുറയ്ക്കുന്ന എന്തെങ്കിലും വരെ ഇഷ്യൂസ് വരും, അതൊക്കെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് സിനാരിയോ വരുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി there are expenditures of the government which results in creation of physical or financial assets or
reduction in the financial liabilities. This include expenditure on the acquisition of land, building, ഇപ്പൊ പറഞ്ഞ സെയിം സാധനം, എന്ത് ലാൻഡോ ബിൽഡിങ്ങോ മെഷീനറിയോ വട്ടെവർ എൽസ്, അതിൽ എന്ത് ചെയ്യും, അതൊക്കെ അവരുടെ എന്താണ് അസെറ്റ് ആയിരിക്കും അല്ലെ. അതിൽ എന്തെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എന്ത് പറയും, ക്യാപിറ്റൽ സൈഡിൽ വരും. ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമോ എന്താണ് റവന്യൂ, എന്താണ് ക്യാപിറ്റൽ എന്നുള്ളത്? നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡയഗ്രാം ഒന്ന് നോക്കിയിട്ട് താഴെയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു റവന്യൂ റെസീപ്റ്റ്സിലെ ഓക്കെ, ഈ റവന്യൂ റെസിപ്റ്റ്സില് നമ്മൾ കണ്ടു ടാക്സ് റവന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നതും ഉണ്ട്, ഒരു ടാക്സും ഉണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ഇൻഡയറക്ട് ടാക്സും ഉണ്ട്. ഇപ്പൊ ഡയറക്ട് ടാക്സിൽ പറയുന്നത് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, അങ്ങനെ ഒരുപാട് ടാക്സ് പറയുന്നുണ്ട്. ഇൻഡയറക്ട് ടാക്സിൽ വരുന്നത് പണ്ടൊക്കെ ഈ സെയിൽസും കസ്റ്റംസ് ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ നമുക്ക് GST ആണ് ശരിക്കും വരുന്നത്. ഓക്കെ, ഇൻഡയറക്ട് ടാക്സിൽ ഒറ്റ മെയിൻ ആയിട്ടുള്ള ടാക്സ് ആണ് നമുക്ക് വരുന്നത്. എന്ത് വരുന്നത്? ഫസ്റ്റ് വരുന്നത് GST ആണ് വരുന്നത്. ഓക്കെ, ഇനി അതിൽ വരുന്ന നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എന്ത് ഈ ടാക്സിന്റെ ഏതൊക്കെ ടാക്സ്, ജസ്റ്റ് ഒരു ഡയറക്ട് ടാക്സിൽ വരുന്ന ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് എന്താന്നുള്ള ഫർദർ നിങ്ങൾ എന്ത് ചെയ്യും. ഇൻകം ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ പല ടൈപ്സ് ഓഫ് സാലറീസ് അയാൾക്ക് ഉണ്ടായിരിക്കും. അത് ഒന്ന് ലൈക്ക് സാലറി ഉണ്ടായിരിക്കും, പിന്നെ PG നമ്മുടെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന് പ്രോഫിറ്റ് കിട്ടുന്നത്, ഓക്കെ, PGBP എന്ന് പറയും, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഓക്കെ, PGBP. 5 ഹെഡ് ഉണ്ട് ശരിക്കും നമുക്ക് ഇൻകം ടാക്സിന്റെ. പിന്നെ പറയുന്നത് റെന്റ്, ഹൗസ് ഹോൾഡിങ്സ്, അങ്ങനത്തെ ഹൗസ് ഒക്കെ നമ്മൾ ബിൽഡിങ്സ് ഒക്കെ റെന്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റെന്റ്, അതൊക്കെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് അല്ലെ. പിന്നെ അതുമാതിരി അടുത്തത് പറയുന്നത് നമ്മുടെ അതർ സോഴ്സസ് എന്ന് പറയും, ലൈക്ക് ലോട്ടറി, അങ്ങനെ ബോൺസ്, അങ്ങനത്തെ ഒക്കെ ആയിട്ട് നമ്മൾ എടുക്കില്ലേ. അങ്ങനെ കുറെ പല ടൈപ്പ് ഓഫ് എന്തുണ്ട്, ഇൻകം ഉണ്ട് നമുക്ക്. ഇൻകം എന്നുള്ള ടാക്സിനെ 5 ഹെഡിലായിട്ടാണ് ശരിക്കും ഇൻകം ടാക്സ്, നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻകം ടാക്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പല ടൈപ്പ് ഓഫ് ഇൻകം എന്ന് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ മേലെ എന്ത് ചെയ്യും, നമ്മൾ ടാക്സ് കളക്ട് ചെയ്യും. അതാണ് ശരിക്കും ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. GST എന്ന് പറയുമ്പോൾ ശരിക്കും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഓരോ ഗുഡ്സും അതുമാതിരി സർവീസും ചെയ്യുമ്പോൾ നമ്മൾ സ്പെസിഫിക് എന്ത് ചെയ്യുക, ഗവൺമെന്റ് സെപ്പറേറ്റ് സ്ലാബ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, HSN എന്ന് പറഞ്ഞിട്ടുള്ള പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. HSN കോഡ് മറ്റൊരു കോഡ് ഉണ്ട്, ഹാർമനൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മൾ ഫെർദർ CMA ഒക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫെർദർ ഡിഗ്രിക്ക് ഇപ്പോൾ BBA BCom ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, ഒരു HSN അല്ലെങ്കിൽ ഹാർമനൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ വെച്ചിട്ടുള്ള ഒരു എന്തുണ്ട്, ഓരോ കോഡ്സ് ഉണ്ട്. അതായത് എല്ലാ ഗുഡ്സും എല്ലാ സർവീസസിനെ HSTയും HSN ഗുഡ്സിനെ എല്ലാം HSN-ലാണ് വരിക. ഓക്കെ, HSN-ല് കൊടുത്തിട്ടുണ്ട് എന്ത്, ഓരോ ഗുഡ്സും ഏതൊക്കെ അണ്ടറിൽ വരുന്നു. ഓക്കെ, ആ പെർട്ടിക്കുലർ ഗുഡ്സ് ആ കോഡ്, ഓരോ കോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കോഡിന്റെ ഉള്ളിൽ വരുമ്പോൾ ഏതൊക്കെ പെർസെന്റേജ് ഓഫ് സ്ലാബ് റേറ്റ് നമ്മൾ എന്ത് വരും, നമ്മുടെ ഗുഡ്സിന് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ഒരുപാട് പറയാൻ നമുക്ക് എന്തില്ല, ടൈം ഇല്ല. ഓക്കെ, കാരണം നിങ്ങൾ ഫെർദർ CMA ഒക്കെ പഠിക്കുമ്പോൾ, നമ്മൾ CMA എന്നല്ല BCom തന്നെ ഒരു ഗ്രാജുവേഷൻ ലെവൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് പഠിക്കാൻ പറ്റും നമുക്ക് അതിനെ കുറിച്ചിട്ട്. ഇപ്പൊ CMA ഒക്കെ ആകുമ്പോൾ സെപ്പറേറ്റ് നമുക്കൊരു സബ്ജക്ട് ഉണ്ട്. ഇപ്പൊ ഇന്റർമീഡിയറ്റിലും ഫൈനലിലും ഒക്കെ എന്തുണ്ട്, സെപ്പറേറ്റ് ഒരു സബ്ജക്ട് തന്നെ ഉണ്ട്. ഇൻകം ടാക്സും ഡയറക്റ്റ് ടാക്സ് എന്നും അതുമാതിരി ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറഞ്ഞിട്ട് 2 സബ്ജക്ട്സ് ഉണ്ട് നമുക്ക്. അതിൽ നമ്മൾ മൊത്തം പഠിക്കാൻ എന്തൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോ ഈ നോട്ട്സിൽ ഞാൻ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലോ ചാർട്ട്സ് പഠിച്ചിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് വായിച്ചു നോക്കുക, ഒരു 5 minutes. നോക്കിയോ നിങ്ങള്, ജസ്റ്റ് ടാക്സിന്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാ, ഇൻഡയറക്റ്റ് ടാക്സില് ഒക്കെ പറയുന്നിട്ട് എന്ത് കൊടുക്കുക, ജസ്റ്റ് എന്ത് കൊടുക്കുക, ടാക്സിന്റെ പേര് കൊടുക്കുക. ഡയറക്റ്റ് ടാക്സിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യാം, പേര് കൊടുക്കുക. എക്സാമ്പിൾ ഒക്കെ ബഡ്ജറ്റിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നെയിം, ജസ്റ്റ് എക്സാമ്പിൾ അത് മറ്റേ എഴുതി കൊടുക്കുക. ഏതൊക്കെ ടാക്സ് വരുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിൽ GST അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് വരുന്നത് മെഷേഴ്സ് ഓഫ് ഗവൺമെന്റ് ഡെഫിസിറ്റ്സ്. അതായത് ഗവൺമെന്റിന് എന്ത് വരിക, ഡെഫിസിറ്റ്സ് വരും. ഡെഫിസിറ്റ്സ് വരുമ്പോൾ അതായത് ക്യാഷ് ഇല്ലാണ്ടാവുക, അല്ലെങ്കിൽ ഫെർദർ ഒരു എന്ത് ചെയ്യുക, ലോൺ എടുക്കുക, അങ്ങനത്തെ ഒക്കെ ആകുമ്പോഴാണല്ലോ ഡെഫിസിറ്റ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കുറവാവുക പൈസ, അവർക്ക് റൺ ചെയ്യാനുള്ള ക്യാഷ് ഇല്ലാണ്ടാവുക. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ 3 പോയിന്റ്സിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്ന് റവന്യൂ ഡെഫിസിറ്റ്, ഒന്ന് ഫിസിക്കൽ ഡെഫിസിറ്റ്, ഒന്ന് പ്രൈമറി ഡെഫിസിറ്റ്. അങ്ങനെ 3 ഡെഫിസിറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം എക്കണോമിക്സ് ബുക്സിൽ കാണിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് റെഫേഴ്സ് ടു ദ എക്സസ് ഓഫ് ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ റെസീപ്റ്റ്സ്. ഒന്നുമില്ല, എന്ത്, അവരുടെ എക്സ്പെൻസ് കൂടുക, എന്ത്, വരുമാനത്തിനേക്കാൾ കൂടുതൽ. അതായത് വരുമാനം കുറയുക, എന്ത്, എക്സ്പെൻസ് കൂടുക.
മനസ്സിലാവുന്നുണ്ടോ? നമ്മൾക്കിപ്പോ 5 രൂപ നമ്മുടെ കയ്യിൽ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് എന്താ, നമുക്കൊരു 10,000 രൂപ നമുക്ക് സാലറി ഉണ്ട്, പക്ഷെ 20,000 രൂപ നമ്മുടെ എക്സ്പെൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്തായി? റവന്യൂ ഡെഫിസിറ്റ് ആയി അല്ലേ? അതായത് എക്സ്പെൻസ് കൂടുന്നു, അതായത് ഇൻകം കുറയുന്നു. ഓക്കെ, അപ്പൊ എന്ത് വരുന്നു? ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ വരുന്നു, നമ്മുടെ റവന്യൂ ഡെഫിഷ്യന്റ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് റവന്യൂ ഡെഫിസിറ്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, റെസീപ്റ്റ്സ് ഉണ്ട്, നമുക്ക് അതുമാതിരി എന്തുണ്ട്? നമ്മുടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോ ഗവൺമെന്റിന് ടാക്സസ് കിട്ടില്ല, അല്ലെങ്കിൽ ടാക്സസ് കളക്ട് ചെയ്യില്ലേ, റെസീപ്റ്റ്സ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അവരുടെ എക്സ്പെൻസ് ലൈക്ക് ലോൺസ് കാര്യങ്ങൾ എക്സ്പെൻഡിച്ചറിൽ അവർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? കയ്യിൽ പൈസ ഇല്ലാണ്ടാവും അല്ലെ? ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് റവന്യൂ ഡെഫിസിറ്റ്. ഇനി fiscal deficit. Fiscal deficit is the difference between the government's total expenditure and its total receipts excluding borrowings. എന്താണ്? ഒന്നുമില്ല. ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് ദ ഡിഫറൻസ് എടുത്തു. എന്തിന്റെ? ഗവൺമെന്റ്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുത്തു. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ഗവൺമെന്റിന്റെ ടോട്ടൽ ചെലവുകൾ ആൻഡ് ഇറ്റ്സ് ടോട്ടൽ റെസീപ്റ്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റിന്റെ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് എടുത്തു. അതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? ബോറോവിങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ബോറോവിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? കടം മേടിക്കല്. മനസ്സിലായ? അപ്പൊ എക്സ്പെൻസസും നമ്മുടെ റവന്യൂ തമ്മിൽ ഡിഫറൻസ് എടുത്തു. ബട്ട് ഇറ്റ് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ് എക്സ്ക്ലൂഡ്സ് ദ ബോറോവിങ്സ് ഓഫ് ദ ഗവൺമെന്റ്. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫസ്റ്റ് റവന്യൂ ഡെഫിസിറ്റ് പറഞ്ഞു. റവന്യൂ ഡെഫിസിറ്റ് എന്താ? റവന്യൂ ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ്. ഫിസിക്കൽ ഡെഫിസിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഫിസിക്കൽ ഡെഫിസിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് ബോറോവിങ്സ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ ഡെഫിസിറ്റിൽ എത്തണം. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? റവന്യൂ റെസിപ്റ്റ് നമ്മൾ പറഞ്ഞു, റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ പറഞ്ഞു എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റ്സും ആണെന്ന്. പക്ഷെ ഈ റവന്യൂ ഡെഫിസിറ്റിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? ബോറോവിങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് ബോറോവിങ്സ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളതിനാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടെ ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റ് എന്നുണ്ട്. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. ഇറ്റ് ഈസ് സിംപ്ലി ദ ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്തിട്ടുള്ള? ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ്സ് എന്ത് ചെയ്ത്? അതായത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ലൈക്ക് നമ്മൾ ഇത്ര പെർസെന്റേജ് ഓഫ് ലോൺ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? ഇൻട്രസ്റ്റ് കൊടുക്കില്ല. അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് കുറച്ചിട്ടുള്ള ബാക്കിയുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് എന്ത് ഉദ്ദേശിക്കുന്നത്? പ്രൈമറി ഡെഫിസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് 3 ഡെഫിസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. റവന്യൂ ഡെഫിസിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ടോട്ടൽ എക്സ്പെൻസിൽ നിന്ന് ടോട്ടൽ റെസിപ്റ്റ്സ് കുറച്ചു, അതിനാണ് ഇത് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ്. പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താ? റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് എന്ത് എക്സ്ക്ലൂഡിങ് ബോറോവിങ്സ് ആണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇനി പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് എന്ത് ചെയ്തു? നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ഓക്കെ ആണോ? അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. മെഷേഴ്സ് ഓഫ് ഗവൺമെന്റ് ഡെഫിസിറ്റ് എന്താന്നുള്ളതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, പഠിച്ചോളൂ എന്തായാലും.
ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഇവിടെ വരെ ഓക്കെ ആണോ? എവിടെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ ഒന്നുകൂടെ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് പോവാം കേട്ടോ. അപ്പൊ ഞാൻ ഈ വർക്ക് ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടോ? വല്ല ഐഡിയ ഉണ്ടോ എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നൊക്കെ ഉള്ളത്? എന്തെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും പഠിച്ചതായിട്ട് ഓർമ്മ ഉണ്ടോ? ക്ലാസ്സിൽ എന്തെങ്കിലും മിസ് പറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ ഓർമ്മ ഉണ്ടോ? എന്താ ആർക്കും ഒരു ഐഡിയ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണോ? ഇത് നിങ്ങക്ക് അറിയില്ലെങ്കിൽ അറിയില്ല പറഞ്ഞോ, ഞാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാണോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇപ്പൊ നിങ്ങളുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഈക്വിലിബ്രിയം എന്നുള്ളൊരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ. അതായത് 50 ഒരു 50 ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു എന്താ പറയാ ബാഗോ അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു എന്താ പറയാ സ്പെസിഫിക് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്തു? ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഒരു 50 ക്വാണ്ടിറ്റി നമുക്ക് പറയാം. ഓക്കെ, ആ 50 ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ സെയിൽ ചെയ്യുമ്പോൾ ഈ 50 ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യുന്നു? ആൾക്കാർ എന്ത് ചെയ്യുന്നു? മേടിച്ചു കൊണ്ടുപോകുന്നു. മനസ്സിലായി? നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുന്ന ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മള് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളും ആൾക്കാർ മേടിക്കുന്ന സാധനങ്ങളും ഈക്വൽ ആവുന്നു. 50 ക്വാണ്ടിറ്റി പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. ആ പെർട്ടിക്കുലർ 50 ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്ത് പോകുന്നു. മനസ്സിലായി? അപ്പോ മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് ഡിമാൻഡിനായിട്ട് ഈക്വൽ ആവുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു പോയിന്റിനാണ് എന്ത് പറയാ? ഇക്വിലിബ്രിയം എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയാൻ മനസ്സിലാവുണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്കണോമിക്സ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മിസ് ഇങ്ങനെ വരയ്ക്കണതും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? ഇനി ഇക്വിലിബ്രിയം ഞാൻ ഇവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് ചാപ്റ്ററിൽ. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണാം ഇക്വിലിബ്രിയം, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ. ഇനി ഇക്വിലിബ്രിയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ഇക്വിലിബ്രിയം ദി അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി that all firm wish to sell equal to the quantity that all the consumers in the market wish to buy. ഒന്നുമില്ല, എന്ത് എത്ര സാധനങ്ങളാണോ നമ്മുടെ നമ്മൾ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നേ, ഓക്കെ, നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് വിഷ് ടു ബൈ. അപ്പൊ ഒന്നുമില്ല, എത്ര വിൽക്കാൻ ആഗ്രഹിക്കുന്നു അത് അത്ര ആൾക്കാർ കൺസ്യൂമേഴ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നു, വിൽക്കുന്നത് മേടിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? എക്സസ് ആയിട്ട് ഒന്നുമില്ല അവിടെ. മനസ്സിലായോ? ഡിമാൻഡും സപ്ലൈയും എന്ത് ചെയ്യുന്നു? ഈക്വൽ ആവുന്നു. മാർക്കറ്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു മാർക്കറ്റ് ഡിമാൻഡ്. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ എന്ത് പറയുന്നു? ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ക്ലിയർ ആയോ? അപ്പൊ എന്താണെന്നുള്ളത്
ഓക്കെ, ഇവിടെ ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? ഇൻ ഇക്വലിബ്രിയം ദി അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി ദാറ്റ് ഓൾ ഫേം വിഷ് ടു സെൽ ഈക്വൽ ദ ക്വാണ്ടിറ്റി ദാറ്റ് ഓൾ ദ കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് വിഷ് ടു ബൈ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മാർക്കറ്റ് സപ്ലൈ ഇസ് ഈക്വൽ ടു മാർക്കറ്റ് ഡിമാൻഡ്. 50 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 100 ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കുന്നു. ആൻഡ് ദെൻ ദ 100 ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്ത് പോകുന്നു. ആൾക്കാർ വരുന്നു, അവർ ഡിമാൻഡ് ചെയ്യുന്നു, അവർ മേടിക്കുന്നു, പോകുന്നു. മനസ്സിലായോ? ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ദർ ഇസ് നോ എക്സസ് ഡിമാൻഡ്, ദർ ഇസ് നോ എക്സസ് സപ്ലൈ. സാധാരണ എന്തുണ്ടാവുക? കുറെ എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി എക്സസ് നമ്മൾ എന്ത് ചെയ്യും? മാനുഫാക്ചർ പ്രൊഡക്ഷൻ ചെയ്യും, പക്ഷെ അതൊന്നും വിൽക്കാറുണ്ടാവില്ല, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥ വരാം. അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഉണ്ടാവാം? കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കും, പക്ഷെ എക്സസ് ആയിട്ടുള്ള ഡിമാൻഡ് വരും. അങ്ങനെ ഉണ്ടാവും. പല സിനാരിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ തമ്മിൽ എന്താ വേണ്ടിരിക്കാം? അതായത് എക്സസും അതുമാതിരി ഡെഫിസിറ്റും ആവാം. പക്ഷെ വേർ ദർ ഇസ് എ മാർക്കറ്റ് സപ്ലൈ ഇസ് ഈക്വൽ ടു മാർക്കറ്റ് ഡിമാൻഡ്, ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് പറയുന്നു? ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഇനി മാർക്കറ്റ് അറ്റ് വിച്ച് ഇക്വിലിബ്രിയം ഇസ് റീച്ച് ഈസ് കോൾഡ് മാർക്കറ്റ് equilibrium price, and the quantity bought and sold at this price is called equilibrium quantity. ഒന്നുമില്ല, ഒരു പ്രൈസിലെ the price at which equilibrium is reached എന്ന് വെച്ചാൽ എന്താ? ഏതൊരു പോയിന്റിലാണോ എന്ത് പ്രൈസ് ഇക്വിലിബ്രിയത്തിൽ റീച്ച് ചെയ്യുന്നത് അതിന് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നു. and the quantity bought and sold at this price is called equilibrium quantity. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഈ ബുള്ളറ്റ് പോയിന്റ്സ് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഈ ഡയഗ്രാം കൂടെ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്, അല്ലെ? ഇവിടെ ഓ വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യും? ഓന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വൈ ആക്സിസ് നിങ്ങൾക്ക് എന്താണെന്നറിയാം, അല്ലെ? അപ്പം വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈസും റെപ്രസെന്റ് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ആൻഡ് സപ്ലൈയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഇത് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കറക്റ്റ് ആണോ മനസ്സിലാക്കണം കേട്ടോ, അല്ലാണ്ട് വെറുതെ ഞാൻ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഒന്നുമില്ല, ഓ എന്ന് പറഞ്ഞ ആക്സിസിൽ ഓ എന്ന് പറയുന്നതില് ഓ വൈ എന്നുള്ള ആക്സിസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രൈസിനെയും ഓ എക്സ് ആക്സിസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ആൻഡ് സപ്ലൈന്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൊടുത്തിട്ടുണ്ട് താഴെ, പ്രൈസിനെ എന്ത് ചെയ്തു? അവിടെ മേലെയും കൊടുത്തിട്ടുണ്ട്. ഈ ആക്സിസ് മനസ്സിലായോ? രണ്ട് ആക്സിസും വൈ ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയും വൈ ആക്സിസിലെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുമ്പോ ആദ്യം എന്ത് ചെയ്യാം? പ്രൈസ് കൊണ്ടുപോയി എഴുതുക, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ത് ചെയ്യാ? കൊണ്ടുപോയി. അപ്പൊ രണ്ട് ആക്സിസില് എന്ത് വന്നു? പ്രൈസും. നമ്മൾ രണ്ട് കാര്യത്തിനെ കുറിച്ചിട്ടാണല്ലോ ഇപ്പൊ പറയുന്നത്, ഒന്ന് ഡിമാൻഡ് ആൻഡ് സപ്ലൈയും ഒന്ന് പ്രൈസും. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയം പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. രണ്ട് ഒരു ആക്സിസിൽ പ്രൈസും കൊടുത്തു, ഒരു ആക്സിസിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈയും കൊടുത്തു. ഇനി ഇവിടെ എന്തുണ്ടാവണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാന് ഇവിടെ ഒരു പി എന്നുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്, P1 എന്നുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്, P2 എന്നുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മാതിരി ക്യൂനെ നിങ്ങൾ താഴെ കാണാം, ഈ ലെഫ്റ്റ് സൈഡിലേക്കും പോകുന്നുണ്ട്, റൈറ്റ് സൈഡിലേക്കും പോകുന്നുണ്ട്. Q1 Q2 പോകുന്നുണ്ട്, Q3 Q4 പോകുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ എന്തുണ്ടാവണം വെച്ചിട്ടുണ്ടെങ്കിൽ, an equilibrium point is a point where the market supply curve intersects the market demand curve, അല്ലെ? അങ്ങനെ പറഞ്ഞു. നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു, എന്താ? മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും. ഇവിടെ ഒരു ഡിമാൻഡ് കർവ് കണ്ടോ? പച്ചയിലുള്ള ഒരു കർവ് കണ്ടോ? ഞാൻ വരച്ചിട്ടുള്ളത് സ്ലോപ്പ് വരച്ചതുണ്ടോ? ഡി. അതാണ് എന്ത്? ഡിമാൻഡ് കർവ്. സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈ റെഡ് കളറിൽ വരച്ചിട്ടുള്ള എസ് എന്നുള്ള പോയിന്റ്. അപ്പൊ ഈ ഡിമാൻഡും സപ്ലൈയും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഇവിടെ ഇ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടോ? നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ഈ എന്ന് പറഞ്ഞ പോയിന്റില് ഡിമാൻഡ് സപ്ലൈ എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട് ചെയ്യുന്നു. അവിടെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് കാണുന്നുണ്ടോ? ഓ സോറി.
ഹലോ. ഞാനിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ മ്യൂട്ടായി പോയി. അതാണ് കേട്ടോ. സോറി, ഞാൻ മ്യൂട്ടായിട്ടുള്ള കാര്യം നോക്കിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എവിടം വരെ ഞാൻ നിർത്തിയേ? ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്തു പോയി. എവിടെ ഞാൻ നിർത്തിയെന്നൊന്ന് പറയോ? എവിടെ ഞാൻ നിർത്തിയേ? ഇക്വിലിബ്രിയം പറഞ്ഞു, പിന്നെ എവിടം വരെ എത്തിയേ? എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവും സപ്ലൈ കർവും അപ്വേർഡും ഡൗൺവേർഡും ഒക്കെ ഞാൻ പറഞ്ഞു? അതൊക്കെ നിങ്ങൾ കേട്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ സോറി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവസാനം വരെ എത്തി, പക്ഷെ എന്താണ് മ്യൂട്ട് ചെയ്തു പോയി, അതുകൊണ്ട് കേട്ടോ, സോറി. ഓക്കെ, ഇവിടെ സപ്ലൈ കർവ് നിങ്ങൾക്ക് റെഡ് ആയിട്ടുള്ള ഒരു ലൈനും കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതാക്കാന്ന് പറയാനില്ലേ? മീൻസ് കേൾക്കുന്നില്ല എന്ന് എന്തെങ്കിലും പറയാത്ത മെസ്സേജ് ചെയ്യായിരുന്നു. ഞാൻ വിചാരിച്ച് നിങ്ങൾ വായിക്കാവും, അല്ല കേൾക്കുന്നുണ്ടാവും ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ സപ്ലൈ കർവ് നിങ്ങൾക്ക് എന്ത് കാണാം? റൈറ്റ്, അതായത് റെഡ് കളറിലും കാണാം. ഡിമാൻഡ് കർവ് നമുക്ക് പച്ച കളറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് പിയും അതുമാതിരി പ്രൈസും ക്വാണ്ടിറ്റിയും, അല്ലെങ്കിൽ നമ്മൾ കണ്ടോ ഇ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ പ്രൈസും ഡിമാൻഡ് ആൻഡ് സപ്ലൈയും എന്ത് ചെയ്യുന്ന പോലെ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഇ എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ഡിമാൻഡ് കർവ് ഇങ്ങനെ സ്ലോ ഡൗൺവേർഡ് പോകുന്നുണ്ട്, സപ്ലൈ കർവ് എന്ത് ചെയ്യുന്നുണ്ട്? മേലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സപ്ലൈ കർവ് അപ്വേർഡും നമ്മുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആവുന്നത്? സപ്ലൈ ഈസ് അപ്വേർഡ് ബിക്കോസ് പ്രൈസ് ആൻഡ് സപ്ലൈ ഹാവ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. പ്രൈസിനും സപ്ലൈക്കും നമ്മൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എന്ത് സപ്ലൈ എന്ന് പറയുന്നത് എന്ത് അപ്വേർഡ്. ഇനി ഡിമാൻഡ് കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് താഴേക്ക് പോകുന്ന കാണുന്നുണ്ടായിരിക്കും, അല്ലെ? നിങ്ങൾ പച്ച കളറിൽ ഡിമാൻഡ് കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോ ബിക്കോസ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഹാവ് നെഗറ്റീവ് റിലേഷൻഷിപ്പ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് എന്ത് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതാണ് ശരിക്കുള്ള റീസൺ കേട്ടോ. ഇനി നിങ്ങൾക്ക് കാണാം, നമ്മൾ പറഞ്ഞു ഇ എന്നുള്ള പോയിന്റിലാണ് എന്ത് ഇക്വിലിബ്രിയം, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നുള്ളത്. ഇനി ഇവിടെ P1 എന്നുള്ള പോയിന്റ്, അല്ലെ? P1 എന്നുള്ള പോയിന്റിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രൈസ് എന്ത് ചെയ്യണം? കുറയാണ്, അല്ലെ? ഇപ്പൊ ഗ്രാഫിന്റെ ഈ P എന്നുള്ളത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് താഴേക്കാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രൈസ് P1ലേക്ക് എന്താ ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു, അല്ലെ? ഇഫ് ദ പ്രൈസ് റെഡ്യൂസ് ടു P1, P എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് P1ലേക്കുള്ള പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്തുണ്ടാവുന്ന ശരിക്കും? പ്രൈസ് കുറയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഓഫേഴ്സ് ഇടുക അല്ലെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ എന്താ കൂടുക? ആൾക്കാർ അതൊക്കെ മേടിക്കും, അല്ലെ? കൂടുതലും മേടിക്കും, അല്ലെ? സാധാരണ ഇപ്പൊ ലൈക്ക് ഇപ്പൊ ഫ്രൂട്ട്സിനായിക്കോട്ടെ, വെജിറ്റബിൾസിനായിക്കോട്ടെ, വാട്ട് എവർ എൽസ്, നമ്മളിപ്പോ ആമസോണിലൊക്കെ നമുക്കറിയാം, അല്ലെ? ഓഫേഴ്സ് ഒക്കെ കൂടുതലിട്ട്, അതായത് കറക്റ്റ് ഉള്ള പ്രൈസിനേക്കാൾ എന്ത് ചെയ്യാണ്? കുറവ് പ്രൈസ് വരുമ്പോൾ ഓഫ്കോഴ്സ് എന്ത് വരും? ഡിമാൻഡ് കൂടും. ആൾക്കാർ ടെൻസ് ടു ബൈ മോർ, റൈറ്റ്? അല്ലെ? അപ്പൊ പ്രൈസ് കുറയുമ്പോൾ എന്താണ്? ഡിമാൻഡ് കൂടും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഓഫേഴ്സ് ഇടുമ്പോൾ അല്ലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 50%, 20%, 75% ഡിസ്കൗണ്ട്, അല്ലെ? അങ്ങനെ വെച്ചാൽ എന്താ നോർമൽ ഉള്ള പ്രൈസിനേക്കാളും എന്ത് ചെയ്യാം? മാർക്കറ്റിലെ ഗുഡ്സ് എന്ത് ചെയ്യാണ്? പ്രൈസ് കുറവായിട്ട് നമുക്ക് അവൈലബിൾ ആവുകയാണ്. ഓക്കെ, അപ്പൊ എന്താവും? ഓട്ടോമാറ്റിക്കലി ബയേഴ്സ് എന്ത് ചെയ്യും? അട്രാക്റ്റഡ് ആവും, ഡിമാൻഡ് കൂടും, അല്ലെ? പണ്ട് 10 രൂപക്കാണ് സാധനം വിട്ടിരുന്നെങ്കിൽ 10 രൂപയ്ക്ക് ഒരു 50 ആൾക്കാർ വന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപ എന്നുള്ളത് 5 രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100-150 ആൾക്കാരും ചിലപ്പോൾ വന്ന് മേടിക്കും. ഓക്കെ ആണോ? പ്രൈസ് കുറയുമ്പോ ഡിമാൻഡ് കൂടും. ഈ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് P2 എന്നുള്ള പോയിന്റ്. ആ P2 എന്നുള്ള പോയിന്റ് ഉണ്ടോ? അതായത് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് പ്രൈസ് എന്ത് ചെയ്യുമ്പോൾ കൂടുകയാണ്. ഓക്കെ, P എന്നുള്ള പോയിന്റിൽ നിന്ന് P2ലേക്ക് ആവണം, അതായത് പ്രൈസ് കൂടുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തുണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈസ് കൂടുകയാണ്, പ്രൈസ് കൂടുമ്പോ എന്താണ് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുണ്ടാവുക? പ്രൈസ് കൂടുമ്പോ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും, അല്ലെ? പ്രൈസ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും, ഇതിപ്പോ കുറച്ച് സാധനങ്ങൾ മേടിച്ചാൽ മതി, അല്ലെ? ഭയങ്കര പൈസ കൂടുതലാണ്. അപ്പൊ പണ്ട് മേടിച്ചിട്ടുള്ള പ്രൈസിനേക്കാളും പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യുക? ഡിമാൻഡ്
എന്ത് ചെയ്യും, ക്യൂ എന്നുള്ളതിലേക്ക് Q2ലേക്ക് ആവും. മനസ്സിലാവുന്നുണ്ടോ? ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. പ്രൈസ് കൂടുമ്പോ ഡിമാൻഡ് കുറയും. ഈ പ്രൈസ് കുറയുമ്പോ എന്താ ചെയ്യുന്നത്, ഡിമാൻഡ് കൂടും. മനസ്സിലാവുന്നുണ്ടോ പറയണത്? അപ്പോ ആ ലാസ്റ്റ് പോയിന്റ് ഉണ്ടോ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്, ഇവിടെ ഞാൻ മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹിയർ OY ആക്സിസ് റെപ്രസെന്റ്സ് പ്രൈസ്. മൊത്തത്തിൽ ഞാൻ ഒന്നുകൂടെ പറയാണ്. ഹിയർ OY ആക്സിസ് OY എന്നുള്ള ആക്സിസ് എന്ത് പറയുന്നു, പ്രൈസിനെയും OX എന്നുള്ള ആക്സിസിനെ എന്ത് പറയുന്നു, ഡിമാൻഡ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സപ്ലൈ ഈസ് അപ്വേർഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സപ്ലൈ എന്തുകൊണ്ടാണ് അപ്വേർഡ് എന്ന് പറയുന്നത്, ബിക്കോസ് പ്രൈസ് ആൻഡ് സപ്ലൈ ഹാവ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഡിമാൻഡ് കർവ് എന്തുകൊണ്ട് ഡൗൺവേർഡ് ആവുന്ന, ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, പച്ച കളർ ഇങ്ങനെ മേലെന്ന് താഴോട്ട് വരുന്നുണ്ട് അല്ലെ, ബിക്കോസ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഹാവ് നെഗറ്റീവ് റിലേഷൻഷിപ്പ്. ഇനി ഇഫ് ദ പ്രൈസ് റെഡ്യൂസ് ഫ്രം P to P1, നിങ്ങൾക്കറിയാം P എന്നുള്ള പോയിന്റിൽ നിന്ന് P1ലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രൈസ് കുറഞ്ഞെങ്കിൽ എന്താണ്, ദെൻ ദ പ്രൈസസ് ഡിക്രീസ് അല്ലെ. P എന്നുള്ള പോയിന്റ് നമ്മുടെ ഇക്വിലിബ്രിയം അല്ലെ, അതിൽ നിന്ന് എന്ത് ചെയ്തു, പ്രൈസ് ഡിക്രീസ് ചെയ്തു. ദെൻ ഡിമാൻഡ് വിൽ ഇൻക്രീസ്. ഡിമാൻഡ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലെ. അതായത് പ്രൈസ് കുറച്ചും കൂടെ ഉള്ള മാർക്കറ്റിലുള്ള വാല്യൂനേക്കാൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രൈസ് സാധനങ്ങൾക്ക് കുറയാന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ലൈക്ക് എന്താ, ആൾക്കാർ എന്ത് ചെയ്യും, ആ സാധനം കൂടുതൽ ടെൻസ് ടു ബൈ അല്ലെ. അപ്പൊ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ദെൻ ദ ഡിമാൻഡ് വിൽ എക്സ്റ്റെൻഡ് ടു Q4. Q എന്നുള്ള പോയിന്റിൽ നിന്ന് Q4ലേക്ക് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി ഇഫ് ദ പ്രൈസ് ഇൻക്രീസസ് ഫ്രം P to P2, അതായത് P എന്നുള്ള പോയിന്റിൽ നിന്ന് P2ലേക്ക് എന്ത് ചെയ്യാണ്, പ്രൈസ് നമ്മുടെ കൂടുമ്പോൾ എന്ത് വരുന്നു, ദെൻ ദ ഡിമാൻഡ് വിൽ ഡിക്രീസ് അല്ലെ. ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയുന്നു. ഫ്രം Q to Q2. Q എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് Q2ലേക്ക് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതായത് ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് വളരെ കുറവാകുന്നു. മനസ്സിലായോ? പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി ആൾക്കാരെ കുറച്ച് മേടിച്ചാൽ മതി എന്നുള്ള പോയിന്റിലേക്ക് എത്തും. അതായത് നമ്മുടെ ഡിമാൻഡ് കുറയും. ഇത് മനസ്സിലായോ? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഒരുവിധം എല്ലാ എക്സാംസിനും ചോദിക്കാറുള്ള ഒരു എന്താണ്, ഒരു 8 മാർക്കിന്റെയോ അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ 6 മാർക്കില്ല 4 മാർക്കിനുള്ള 8 മാർക്കിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് വരാറുള്ള ഒരു ഭാഗമാണ്. ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, ഡയഗ്രാം ഒക്കെ വെച്ച്. ഓക്കെ ആണെങ്കിൽ മൊത്തം വായിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയൂ കേട്ടോ. ഓക്കെ ആണോ? എല്ലാം വായിച്ചു നോക്കിയോ? ടെക്സ്റ്റ് ചെയ്തേ ഓക്കെ ആണെങ്കിൽ ഓക്കെ ഓക്കെ ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ശരിക്കും നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ലെസണിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനിയിപ്പോ നാളെ എക്സാംസ് ഒക്കെയാണ് അല്ലെ. അപ്പൊ നമുക്കിനി ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
അപ്പൊ എന്ത് ചെയ്യാ, പഠിക്കുക നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതുക. ഫർദർ എന്ത് ചെയ്യാ, എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ വാട്സാപ്പിൽ. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ CMA കുറിച്ചിട്ടാണെങ്കിലും വാട്ടെവർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തോട് കൂടിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നാളെ ഇനി പ്രാക്ടിക്കൽ എക്സാം ഒക്കെയാണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പഠിച്ച് ബാക്കിയുള്ള എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ എല്ലാവർക്കും. നല്ലതായിട്ട് എഫേർട്ട് ഒക്കെ എടുത്ത് നല്ല റിസൾട്ട് ഒക്കെ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ.